വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ലൈഫ് ഭവന പദ്ധതിയിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും 100 ദിവസത്തെ തൊഴിൽ അനുവദിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയവും ആരോപിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. സർക്കാരിനെതിരായുള്ള കുറ്റപത്രം ധർണയിൽ അവതരിപ്പിച്ചു. നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പടിക്കലായിരുന്നു ധർണ. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ നേതാക്കന്മാർ അരികൊല ചെയ്ത അവരുടെ ഗൂഢാലോചനയിൽ കൊല ചെയ്യപ്പെട്ട നിരവധിയായ ചെറുപ്പക്കാർക്കെതിരായ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI പോലെയുള്ള കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ആ കുറ്റാന്വേഷണ ഏജൻസികളിൽ നിന്നും സഹായം ലഭ്യമാകുവാൻ വേണ്ടി തന്നെയും തന്റെ കുടുംബത്തെയും രാഷ്ട്രീയത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി യാതൊരു മടിയും കൂടാതെ ഒരു പ്രത്യയശാസ്ത്രത്തെ വർഗീയ നേതൃത്വത്തിന് മുമ്പിൽ അടിയറ വെച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും ദയനീയമായ ചിത്രം കേരളം കണ്ടുകിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് G ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. T പാപ്പച്ചൻ, രാജൻ പൈനുമൂട്, ഷാജി നൂർനാട്, സുരേഷ് കുമാർ കൃപ, MK ബിജുമോൻ, സജി തെക്കേ തലയ്ക്കൽ, ഷാജി ഖാൻ, ശ്രീകുമാർ അളകനന്ദ, SY ഷാജഹാൻ, പ്രകാശ് പള്ളികുന്നം, രാജീവ് കുമാർ, വന്ദന സുരേഷ്, സജീവ് പൈനുമൂട്ടിൽ, ബിനു ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.